ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രം ഞങ്ങൾക്ക് ഈ സമരം വിജയിക്കുകയുള്ളൂ. ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഈ കൂനമ്മാവിന്റെ മണ്ണിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഞങ്ങൾ കൊണ്ടുവരാം, നിങ്ങളുടെ ആവശ്യം അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്രകാരം ആ ജില്ലാ പ്രസിഡന്റിന്റെ വാക്ക് കൊടുത്ത പ്രകാരം തന്നെ പറവൂരിൽ അകാലത്ത് നടന്ന അന്നേ ദിവസം നമ്മൾ ഇവിടെയും രാജീവ് ചന്ദ്രശേഖർജിയെ കൊണ്ടുവന്നു. അദ്ദേഹം വന്നതോടൊപ്പം തന്നെ ഈ പടിഞ്ഞാറ് വശത്തുള്ള മഠത്തിൽ കന്യാസ്ത്രീ അമ്മ ക്ഷണിച്ചപ്പോ അവിടെ പോയി അവരുടെ സ്നേഹം നിറഞ്ഞ ആ സൽക്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവരും ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ സമരപ്പന്തലിൽ വന്ന അദ്ദേഹം അവിടെ വെച്ച് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, BJPയുടെ അധ്യക്ഷനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം അത് ഞാൻ നടപ്പിലാക്കി തരും എന്ന് പറഞ്ഞ് ജനതാ പാർട്ടിയുടെ ചന്ദ്രശേഖർജി പറഞ്ഞു. സമരസമിതി അത് അംഗീകരിച്ചു. വളരെ നല്ല രീതിയിലുള്ള സ്വീകരണം നൽകി. അതിനുശേഷം അവതരിപ്പിച്ചു, അദ്ദേഹം സംസാരിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഈ കൂനമ്മാവിലെ ജനവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം വന്ന ദിനമായിരുന്നു അന്ന്. അതിനുശേഷം ഇവിടുത്തെ MLA വന്ന് ഇവിടുത്തെ സമരസമിതിയുടെ ആളുകളെ കണ്ടു പറഞ്ഞു, എന്തിനാണ് BJP കൂടെ സ്പേസ് കൊടുത്തത്? MLA ഹൈബീഡ വന്നു MP ഉണ്ടാക്കി കൊടുത്തത്. അവർക്കിവിടെ കാലുകുത്താൻ ഒരു ഇടപെട്ടാക്കി. ഈ പള്ളി സംബന്ധമായിട്ടുള്ള ആളുകൾ എന്തിനാണ് ഇടപെട്ടതെന്ന് ചോദിച്ച ഒരു പച്ച വർഗീയവാദികളാണ് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയത പുലർത്തുന്ന, അതിനെ ചേർത്ത് നിർത്തുന്ന പച്ച വർഗീയവാദിയാണ് VD സതീശൻ. നമ്മളെല്ലാവരും കേട്ടതല്ലേ? ഈ നാട്ടിൽ പൊതുസമൂഹത്തോട് നോക്കി പറഞ്ഞതല്ലേ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗുകാരൻ എന്താ പറഞ്ഞത്? മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണെന്നാണ് പറഞ്ഞത്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞതിലല്ല വിഷയം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെയാണ് നമ്മൾ തള്ളിപ്പറയേണ്ടത്. എന്തുകൊണ്ട് VD സതീശൻ തള്ളിപ്പറയുന്നില്ല? VD സതീശനോട് പത്രക്കാർ ചോദിച്ചല്ലോ, ഇങ്ങനെ ഒരു സംഭാഷണം അങ്ങ് കേട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ ആരാധനായ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ VD സതീശൻ പറഞ്ഞത് എന്താണ്? അയ്യോ, അങ്ങനെ പറയല്ലേ, അവരങ്ങനെയുള്ള ആളുകളല്ല, അവരങ്ങനെയൊന്നും പറയില്ല, അവർ ഈ നാട്ടിലെ തങ്കം പോലത്തെ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതിപക്ഷ നേതാവിനെയും ഒരുപാട് മന്ത്രിമാരെയും ഒരുപാട് മുഖ്യമന്ത്രിമാരെയും കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലത്തെ ഒരു അല്പത്തരമുള്ള നാലോട്ടിന് വേണ്ടി ഏത് വർഗീയവാദിയെയും കൂട്ടുപിടിക്കുന്ന ഇത്രയും മ്ലേച്ഛനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ വൃത്തികെട്ട ഈ രീതിയിൽ പ്രവർത്തിച്ച ഏതായാലും ഇവിടുത്തെ കൂനമാവിലെ ജനങ്ങളെയും സമരസമിതി അംഗങ്ങളെയും ഒന്നും ഭാരതീയ ജനതാ പാർട്ടി കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരറിഞ്ഞിട്ടല്ല ഈ സംഭവം. അതിലൊരു വ്യക്തി പിണറായി VD സതീശന്റെ കയ്യാളാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വീടുകളിലും കയറി അഭ്യർത്ഥന കൊടുക്കലും വോട്ട് പിടിക്കലും കൂടെ നടന്ന് ആളാണ്. ആ ആള് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എയർപോർട്ടിൽ തളർന്നെടുത്ത് രാജീവ് ചന്ദ്രശേഖർ മാറോട്ട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചിരിച്ച് ഫോട്ടോ കൊടുത്ത ആളാണ്. അപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിച്ചത്? നമ്മളെല്ലാവരും കൂടെ ഉണ്ടായ ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ആരുടെയൊക്കെ അച്ചാറും മേടിച്ച് VD സതീശന്റെ അച്ചാറും മേടിച്ചുകൊണ്ട് ഈ സമരസമിതിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യണം. സമരസമിതിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള അടുപ്പം കണ്ടുകൊണ്ട് ആ അടുപ്പത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി VD സതീശൻ കണ്ട ഒരു കുറുക്കു വഴിയാണ് ഇത്തരം വേലകൾ. ഈ വേലകളൊന്നും കണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ
പ്രവർത്തകരോ നേതാക്കളോ സമരസമിതിക്കാരോ ആരും ഭയപ്പെടില്ല. സതീശൻ കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ പൂരം. 9-ാം തീയതി ആവട്ടെ, അപ്പൊ നമുക്ക് കാണാം. ഇത്രയും നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.